ഒരു പാവം മനുഷ്യൻ, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ റോട്ടിൽ കൂടി നടന്നു പോവുക. ഒരു കത്തി എടുത്തിട്ട് അയാളെ വെറുതെ പോയി കുത്തി, ആ കുത്തേറ്റ് അയാൾ മരിച്ചു വീണു. ഒരു വലിയ ക്രൈമാണല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. ഇനി കാരണം ഉണ്ടെങ്കിൽ കൂടി അതൊരു വലിയ ക്രൈമല്ലേ? അതുപോലത്തെ ഒരു ക്രൈമാണ് ഒരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സാധനം. നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരു നീറ്റ് ആസ്പിരന്റ് നേടുന്ന ഏറ്റവും വലിയ സോഷ്യൽ പ്രഷർ എന്താണെന്ന് അറിയോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്പാരിസൺ ആണ്. അത് നമ്മുടെ പേരൻസ് ചെയ്താലും നാട്ടുകാർ ചെയ്താലും ടീച്ചേഴ്സ് ചെയ്താലും ഇനി നമ്മൾ ചെയ്താലും അത് ക്രൈമാണ്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരുമിച്ച് പഠിക്കുന്ന ഒരേപോലെ ചിന്തിക്കുന്ന ഫ്രണ്ട്സിൽ രണ്ടുപേര് പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനായിരിക്കാം. ആ സമയത്ത് നമുക്ക് തന്നെ തോന്നില്ലേ, എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇത്ര മാർക്ക് കിട്ടിയത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടാത്തത് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുവാൻ ഒരു സാധ്യത കാണുന്നില്ലേ? ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെൽഫ് കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം. ഓരോ ബ്രെയിനുകളും വളരെ യുണീക്കാണ്. ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ പഠിക്കാനും അത് നടപ്പിലാക്കാനും അതിൻ്റെതായ സമയം വ്യത്യസ്തമായിട്ട് തന്നെ എടുക്കുന്നുണ്ടാവും. സോ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ളതല്ല, വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു കാര്യമാണ്.